ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഇത് സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് ലഞ്ചിനൊപ്പം കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നല്ല സ്പൈസിയും അതോടൊപ്പം ക്രിസ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല നീളത്തിൽ മുറിച്ചെടുക്കാം. ഇനി പൊട്ടാറ്റോ ഏകദേശം 5 മിനിറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പൊട്ടാറ്റോയിലുള്ള സ്റ്റാർച്ച് കണ്ടൻറ്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതിലെ വെള്ളം മുഴുവനും നന്നായിട്ട് വാർത്തെടുക്കണം. പിന്നെ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ഇതിനെ നല്ലപോലെ തുടച്ചിട്ട് ഇതിൽ ഒട്ടും വെള്ളമില്ലാതെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചധികം മുളക് പൊടി ചേർക്കാം. കുട്ടികൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർത്തത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇതിനെ മൂടി വെച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചതുകൊണ്ട് തന്നെ അല്പം ഇതിൽ വെള്ളത്തിൻ്റെ നനവുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല ക്രിസ്പിയും പിന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അങ്ങനെ നല്ല സ്പൈസിയും ക്രഞ്ചിയും ഒക്കെ ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്